കരീബിയൻ കടൽ കേന്ദ്രീകരിച്ച് റഷ്യ യുദ്ധക്കപ്പൽ അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഈ മേഖലയിൽ നിന്ന്, അതായത് വെനിസുലയുടെ ഭാഗങ്ങളിൽ നിന്ന് റഷ്യയിലേക്കും ചൈനയിലേക്കും പോകുന്ന കപ്പലുകൾ നിരന്തരം അമേരിക്കയുടെ സൈനികർ വളയുകയോ അതല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുകയോ അതല്ലെങ്കിൽ അവരുടെ എണ്ണ ചോർത്തുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമായിട്ട് നിലനിൽക്കുന്നതിനിടയിൽ ഏറ്റവും ഒടുവിലാണ് റഷ്യ ഈ മേഖലയിലേക്ക് യുദ്ധക്കപ്പലിനെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് എപ്പോൾ അയക്കും എന്നതിനെക്കുറിച്ചുള്ള രൂപകാര്യങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും വളരെ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം റഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നു. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അന്താരാഷ്ട്ര പാത എന്ന് പറയുന്നത് കടലിലൂടെ വളരെ കൃത്യതയോടുണ്ട്. അത് എല്ലാ ഭാഗത്തും, അറേബ്യൻ കടലാണെങ്കിലും അത് മെഡിറ്ററേനിയൻ കടലാണെങ്കിലും ഇവിടെ പറയപ്പെട്ട കരീബിയൻ കടലാണെങ്കിലും അതിലെല്ലാം ഒരു അന്താരാഷ്ട്ര പാതയുണ്ട്. ഈ അന്താരാഷ്ട്ര പാതയിലൂടെ പോകുന്ന കപ്പലിനെ നിരീക്ഷിക്കാനോ പരിശോധിക്കാനോ പരീക്ഷിക്കാനോ അതല്ലെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യാനോ ഒരു നിയമവും അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ പ്രകാരം ഒരു രാജ്യത്തിനുമില്ല. എന്നാൽ ഈ വ്യവസ്ഥ നിരന്തരം അമേരിക്ക ലംഘിക്കുന്നു. അമേരിക്ക എന്നിട്ട് മറ്റ് സൈനിക അന്താരാഷ്ട്ര പാതയിൽ നിങ്ങൾ വ്യതിചലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല രാജ്യങ്ങളുടെയും കപ്പലുകൾ പിടിച്ചെടുക്കുകയും അതിലുള്ള എണ്ണ ഊറ്റിയെടുക്കുകയോ ഈ കപ്പലിനെ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. ഇത് നിയമവിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. UN സഭയ്ക്ക് പ്രത്യേകമായ രീതിയിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല. UN സഭ എന്ന് പറയുന്നത് അതൊരു മൊത്തത്തിലുള്ള ഒരു പൊതുവേദി മാത്രമാണ്. അവർക്ക് പ്രത്യേകമായിരിക്കുന്ന സൈനികളോ സംഘങ്ങളോ സംവിധാനങ്ങളോ ഇല്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കും ഇല്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് രാജ്യങ്ങളാണ് അത് പരിരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കേണ്ടത് അവരാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരു സംഘം മാത്രമാണ്, ഒരു സംവിധാനം. ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലുള്ള മജിസ്ട്രേറ്റുമാർ വളരെ കൃത്യതയോടുകൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് വിധി പറയുന്ന ഒരു സംവിധാന കോർട്ട് മാത്രമാണ് ഈ പറയപ്പെടുന്നത്. ഓരോരോ രാജ്യത്തും കോടതിയുണ്ട്. ഈ കോടതിയിൽ നിന്ന് വിഭിന്നമാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര കോടതി. എല്ലാ രാജ്യത്തും നിയമ സംവിധാനങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ UN സഭ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് നിയമമാണ്. ആ നിയമം എന്ത് ചെയ്യുന്നു? അത് പാർലമെൻ്റ് ആണെങ്കിൽ പിന്നെ രാജ്യസഭയിലേക്ക് പോകുന്നു. അവിടെ അത് പാസ്സായി കഴിഞ്ഞാൽ രാഷ്ട്രപതിയിലേക്ക് പോകുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി അതൊരു നിയമമായി. ഈ നിയമം നടപ്പിലാക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണ്. അതിന് സൈനികരെ ഉപയോഗിക്കാം. അതിനാണ് സൈനികരെന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു നിയമവ്യവസ്ഥ അത് കൃത്യതയോടുകൂടി നടപ്പിലാക്കേണ്ട ഒരു പണി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണെങ്കിലും ഇനി UN സഭയാണെങ്കിലും, നമ്മൾ അസംബ്ലി പറയുന്ന സമയത്ത് UN സഭ എടുത്ത് നോക്കിയാൽ ഇത് തന്നെ സ്ഥിതി. നമ്മുടെ രാജ്യത്ത് ഒരു കോടതി ഒരു വിധി പറഞ്ഞു, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം എന്ന് വിധി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തേക്ക് ഇയാൾ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ വിധി നടപ്പിലാക്കേണ്ട ആരാണ്? അത് ഗവൺമെൻറ്റാണ്. നമ്മുടെ രാജ്യത്തെ സൈനികർ വെച്ചിട്ടാണ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ രാജ്യം എന്ന് പറയുന്ന സമയത്ത് അതിൽ ഗവൺമെൻറ്റും സൈനികരും സംവിധാനവും പാർലമെൻറ്റും നിയമനിർമ്മാണ സംവിധാന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടിച്ചേരുന്ന സമയത്താണ് രാജ്യം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് UN എന്ന് പറയുന്നത്. UN 30-ലധികം തവണ ഇസ്രായേലിനെതിരെ പ്രമേയം അവതരിപ്പിച്ച ഈ സംവിധാനം ഉള്ളത് UN സഭയിലാണ്. ആ സഭയിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ തന്നെ അവിടെ വീറ്റോ പവർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക വീറ്റോ ചെയ്തു. അതോടുകൂടി എന്തായി? അത് പിന്നെ നടപ്പിലാകാതെ പോയി. ഇനി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്ന് നിലപാടെടുത്ത ഈ കോടതിയാണ്. കോടതി നിലപാടെടുത്തു. ആ നിലപാട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് അറസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? മറ്റ് രാജ്യങ്ങളാണ്. ഏതെങ്കിലും രാജ്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടച്ചതിന് ശേഷം വിചാരണ ചെയ്യണം. അതിന് ഇദ്ദേഹം ഒരു രാജ്യത്തേക്കോട്ട് പോകുന്നില്ല. ഏതെങ്കിലും രാജ്യം ഇദ്ദേഹത്തെ വന്നിട്ട് അറസ്റ്റ് ചെയ്യുമോ? അത് അറസ്റ്റ് ചെയ്യില്ല. ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം രാജ്യമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിലിടപെടാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളുണ്ടാവുമായിരുന്നു. സദ്ദാം ഹുസൈനെ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അൽ-ഖ്വയ്ദ ഭീകരവാദികൾ അമേരിക്ക ആക്രമിച്ച സമയത്ത് അമേരിക്ക ഈ യൂറോപ്യൻ യൂണിയൻ്റെ സംഘത്തിൽപ്പെട്ടതാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നാറ്റോ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഏതെങ്കിലും വിഷയകാര്യങ്ങൾ ഉണ്ടായിക്കാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും സംഘം ചേർന്നുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് അതിനൊരു നിയമവ്യവസ്ഥയെ പറയുന്നതാണ്. അതിന് സമാനമായ രീതിയിലാണ് സംഘം ചേർന്നുകൊണ്ട് അവർ ആക്രമിച്ചു എന്ന് പറയുന്നത് 32 രാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
ഈ ഒരു യാഥാർത്ഥ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വലിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്, UN സഭയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ UN സഭ പറയുന്നത് അപ്പാടെ തന്നെ ആരംഗീകരിക്കുന്നുണ്ട്? ഈ മറ്റുള്ള ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഏത് വിഷയം വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ വിഷയം ഒഴികെ ബാക്കിയെല്ലാം അംഗീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരു വിധി പ്രസ്താവിച്ചാൽ അതൊരു മഹാസംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ അവർക്ക് സൈനിക സംവിധാനങ്ങളില്ല. UN സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു മഹാസംഭവമല്ല. കാര്യം അത് നടപ്പിലാക്കേണ്ടത് മറ്റുള്ള രാജ്യങ്ങളാണ്. അവർ തയ്യാറാകുന്നില്ല. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഇനി അമേരിക്ക കാര്യത്തിലാണെങ്കിലോ അവിടെ ഒരു വീറ്റോ പവറുണ്ട്. ആ വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളൊന്നും അമേരിക്കയാണ്. അമേരിക്കക്കെതിരെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊന്നുമല്ല. 165-ലധികം രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ പാലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചതാണ്. എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടായോ? ഒരു കാര്യമില്ല. അത് ഇറാൻ പറഞ്ഞെടുത്താൽ അതിൻ്റെ കാര്യമുള്ളൂ. ഇറാൻ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യമായിട്ട് പാലസ്തീനെ അംഗീകരിക്കുകയല്ല വേണ്ടത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് കാരുണ്യം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലുമായിട്ട് നിരന്തരം കലഹത്തിലേർപ്പെടുകയാണ്. കാര്യം അവരാണ് തടഞ്ഞു വെക്കുന്നത്. റഫ അതിർത്തിയുടെ സർവ്വ നിയന്ത്രണം അവരുടെ കൈവശത്തിലാണ്. 5000-ലധികം ട്രക്കുകൾ റഫയുടെ അതിർത്തിയിൽ കുടുങ്ങി കിടക്കുന്ന ഫലസ്തീനികൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായമുണ്ട്, ഒരു രാജ്യവും അതിൽ ഇടപെട്ടിട്ടില്ല. വെറുതെ നമ്മൾ സംസാരിച്ചത് കൊണ്ടോ കരാറുണ്ടാക്കിയത് കൊണ്ടോ അവ്യവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം? അവരെ സൈനികമായിട്ട് തന്നെ നേരിടണം. അതിന് തയ്യാറായിരിക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? ഒരു രാജ്യമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സർവാധിപത്യം ആ മേഖലയിൽ പാവപ്പെട്ട ഫലസ്തീനികളെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കാത്തത് കൊണ്ട് ഭക്ഷണം മൂലം മരണപ്പെട്ടവർ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരുന്ന് കിട്ടാത്തതിൽ മരണപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ടത്ര ചികിത്സ കിട്ടാത്തതിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെൻറ്റുകൾ പോലും ഇല്ലാതെ പുറത്ത് കിടന്നുറങ്ങേണ്ട സ്ഥിതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ദാരുണമാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ്റെ അവസ്ഥ. ഈ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്ക പിന്നിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർ സർവാധിപത്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, സർവ്വ മേഖലയിലും നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ എന്ത് ചെയ്യണം? നീതി പുനർസൃഷ്ടിക്കപ്പെടണമെങ്കിൽ മറ്റുള്ള സൈനികർ ഇടപെടൽ നടത്തണം. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യ കരീബിയൻ കടലിലേക്ക് തങ്ങളുടെ യുദ്ധക്കപ്പലിനയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല അശാന്തമാകും എന്ന് മാത്രമല്ല, ഒരുപക്ഷെ റഷ്യയും അമേരിക്കയും നേരിട്ട് ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പോലും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഇവിടുന്ന് വെനിസ്വേല അവരുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യകേന്ദ്രമായിരുന്നു. ആ ലക്ഷ്യകേന്ദ്രത്തെ ആക്രമിക്കുക എന്നുള്ളത് മുൻപേ അമേരിക്ക പ്ലാൻ ചെയ്താണ്. ഇപ്പോഴാണ് തയ്യാറായതെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നിന്ന് കപ്പൽ കയറ്റി പോകുന്ന കപ്പലിനെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ദാരിദ്ര്യങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കൂട്ടുനിൽക്കുകയാണ്, അല്ല ആ പ്രവൃത്തി ചെയ്യാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ പ്രയാസത്തിലായിട്ട്, സാമ്പത്തിക ദാരിദ്ര്യത്തിൽ ബുദ്ധിമുട്ടായിട്ട്, തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടായിട്ട് പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് സർക്കാരിനെതിരെ ജനങ്ങൾ പുറത്തിറങ്ങും. അങ്ങനെ പുറത്തിറങ്ങാനുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. അവരിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എല്ലാ ഈ കപ്പലുകളെയും നിയന്ത്രിക്കുന്ന ഇപ്പോൾ അമേരിക്കയാണ് എന്ന് ചുരുക്കം. അവിടെ ഒരു സൈനികരുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന മദൂറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വൈസ് പ്രസിഡന്റ് അവിടെ സ്ഥാനമേറ്റിട്ടുണ്ടെങ്കിൽ പോലും സൈനികപരമായിരിക്കുന്ന വലിയൊരു നിയന്ത്രണം ഇപ്പോഴും അവരുടെ ഭാഗത്തിലേക്ക് എത്തിയിട്ടില്ല. അത് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ സൈനികർക്കിടയിൽ തന്നെ യഥാർത്ഥത്തിൽ ഭരണ സംവിധാനത്തിന് എതിർപ്പുള്ളവരുണ്ട്. അങ്ങനെ എതിർപ്പുള്ളവരുണ്ടാകുന്ന സമയത്ത് വിഷയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കില്ല. എടുക്കുന്ന നിലപാടൊക്കെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. മദൂറോയെ ശരിക്കും സൈനിക കമാൻഡറിൽപ്പെട്ട ആളുകൾ ഒറ്റുകൊടുത്തതാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അതല്ലാതെ ഒരിക്കലും മറ്റൊരു രാജ്യത്തിൻ്റെ സൈനികർക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളെ പിടിച്ചെടുക്കാനോ തട്ടിക്കൊണ്ടുപോകാനോ ഒരിക്കലും സാധിക്കില്ല, അവർ സപ്പോർട്ട് ചെയ്യാതെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയും ഈ റഷ്യയോടൊപ്പം ചേരുന്നു. അതീവ രഹസ്യമായിരിക്കുന്ന ചില സംവിധാനങ്ങൾ ഒരുക്കുന്നു. അവർ റഡാർ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ഈ മേഖല ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിരന്തരം റഷ്യയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നടക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ മേശപ്പുറത്ത് എത്തുന്നത് എന്ന് ചുരുക്കം. അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനത്തോടു കൂടി ഈ മേഖല, ഈ വെനിസ്വേലയുടെ മേഖല, അതേപോലെ തന്നെ കരീബിയൻ മേഖലയൊക്കെ അന്താരാഷ്ട്ര പാതയിലൂടെ വളരെ കൃത്യതയോടുകൂടി തന്നെ
നിരീക്ഷണം നടത്തുകയും ഈ മേഖലയിൽ അമേരിക്ക ഏതെങ്കിലും മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിൽ ഇടപെടൽ നടത്തുകയും ചെയ്യും എന്നുള്ളത് കൂടിയാണ് ഇവിടുത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.